കാറ്റത്തെ കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിധി സുഭാഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഓരോന്നായിട്ട് എടുത്തെടുത്ത് പറയുന്നുണ്ട്. എല്ലാ ജോലികളും ചെയ്യുന്നത് ചേട്ടനാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിധി. എന്നാൽ പറയുന്നുണ്ട്, എൻ്റെ അനിയന്മാരല്ലേ എല്ലാം ഞാനാ ചെയ്യാറ്, അവരെ കൊണ്ട് ഞാൻ ചെയ്യിക്കില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ വേണ്ടി പോകുന്ന സമയത്തേക്ക് നിധിയാണെങ്കിൽ കാല് തട്ടി വെള്ളം പൊന്ന് പുറത്ത് വയ്ക്ക് വീഴുന്നുണ്ട് ഹരീഷിൻ്റെ. അങ്ങനെ ഹരീഷ് കുറേ ചീത്ത പോലെ കുറേ വാക്കുകൾ പറയുന്നുണ്ട്. ഇത് കേട്ട് ദേഷ്യത്തും സങ്കടത്തോടെ നിൽക്കുകയാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് നിധി. എന്നാൽ ബാക്കി എല്ലാവരും സങ്കടത്തോടെ ഇരിക്കുന്നുണ്ട്. ചമ്മി നാറിയതുപോലെ ഇരിക്കുക നിതീഷ്. എന്നിട്ട് നിതീഷാണെങ്കിൽ മിണ്ടാതെ എഴുന്നേറ്റ് പോകുന്നുണ്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നെ ആണെങ്കിൽ എല്ലാവരും പറയുന്നുണ്ട്, ആഹാരം കഴിക്കാൻ വേണ്ടി വരാൻ സമയത്തായപ്പോഴത്തേക്കും നിധി പറയുന്നുണ്ട്, എന്തായാലും എന്നെ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അപ്പോഴത്തേക്കും പറയുക, ഞാനെന്ന് വിചാരിച്ചില്ലല്ലോ, വിചാരിക്കാതെയല്ലേ പറഞ്ഞത്. സുധീഷ് പറയുന്നുണ്ട്, ഞാനെന്ന് കരുതി അവൾ പറഞ്ഞത്, പക്ഷേ എന്തെന്ന് ചെയ്യാനാ എന്ന് ഹരീഷ് പറയുന്നുണ്ട്. അങ്ങനെ ഹരീഷ് അവരുടെ അടുത്തൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴത്തേക്ക് സുധീഷ് പറയുന്നുണ്ട്, എന്തായാലും അറിയാതെ പറ്റിയതല്ലേ, കുഴപ്പമില്ല. അപ്പോഴത്തേക്ക് നിധി അകത്തുനിന്ന് വരുന്നുണ്ട്. നിധി വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഓടിപ്പോവുകയാണ് ജോലിക്ക് ഹരീഷ്. അങ്ങനെ ജോലി സ്ഥലത്ത് പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര സങ്കടത്തോടെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് ബാക്കിയുള്ള ഫ്രണ്ട്സ് പറയുന്നുണ്ട്, എന്താ പറ്റിയത്? ഇന്ന് മിണ്ടാതെയാണല്ലോ ഇരിക്കുന്നത്, ജോലിക്ക് പോലും ഒരു ശ്രദ്ധയില്ല. അപ്പോഴത്തേക്കും ഹരീഷിൻ്റെ ബാക്കിൽ നടക്കുന്ന കുട്ടി വരിക വന്ന് പറയുന്നുണ്ട്, എനിക്കൊരു അബദ്ധം പറ്റി. ഇന്നെൻ്റെ അടുത്ത് മിണ്ടിയല്ലോ, എന്തോ ഒരു അബദ്ധം നിങ്ങൾക്കും പറ്റി എന്നും പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും കാര്യം പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞില്ല ചേട്ടത്തിയെന്ന് അറിയാതെ ഞാൻ കുറേ ചീത്തയെ പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അത് കുഴപ്പമില്ല, എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്താൽ മതി എന്നും പറഞ്ഞിട്ട് അവൾ പോകുന്നുണ്ട്. എന്നാൽ ഇതിനെ കോംപ്രമൈസ് ചെയ്താൽ എനിക്കൊരു സമ്മാനം ഉണ്ട് കേട്ടോ എന്നും പറഞ്ഞിട്ട് കുട്ടി പോകുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, എന്തായിരുന്നാലും മാറ്റങ്ങൾ വന്ന് തുടങ്ങി, ഇനി ലവിലേക്ക് വന്ന് അവസാനിക്കുള്ളൂ അല്ലേ എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് സുധീഷ് പറയുന്നുണ്ട്, എന്തായിരുന്നാലും ചോറ് കഴിക്കാൻ വേണ്ടി എല്ലാവരുമായിട്ട് ഇരിക്കുകയല്ലേ, നമുക്ക് കഴിക്കാം. അങ്ങനെ ഹരീഷ് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് പോകുന്നുണ്ട്, ഇരിക്കുന്നില്ല. എന്താ വെച്ചാൽ നിധി ഫേസ് ചെയ്യാൻ്റെ ഒരു ഇത് ഹരീഷിനില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് പോകുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർ പറയുന്നുണ്ട്, എന്താ പെട്ടെന്ന് പോയത്? അത് രാവിലെ പറഞ്ഞത് ഓർമ്മ കാണും, അത് ചമ്മി നാറിക്കൊണ്ട് പോവുകയല്ലേ, അതുകൊണ്ട് മുഖത്ത് നോക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും പോയത്, അല്ലെങ്കിൽ ഉച്ചയ്ക്കൊന്ന് ആഹാരം കഴിക്കുന്നതാണ് എന്ന് അനിയൻ പറയുന്നുണ്ട്. അങ്ങനെ അനിയൻ ചോറ് കോരി കൊടുക്കുന്നുണ്ട്, മുട്ടയൊക്കെ ഓംലെറ്റ് അടിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്നുണ്ട് നിധി, ഈ വീട്ടിലെ എല്ലാ ജോലിയും ചേട്ടനാണോ ചെയ്യുന്നത്? പക്ഷേ എല്ലാവർക്കും ജോലിയെല്ലാം അറിയാമല്ലേ? അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അമ്മയില്ലാത്തത് കൊണ്ട് കൊച്ചിലെ ഞങ്ങൾ അടുക്കള ജോലിയൊക്കെ ചേട്ടൻ്റെ നിന്ന് നോക്കിയെന്ന് ഞങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാം എന്നും പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ചോറ് കഴിക്കാൻ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സുധീഷ് വരുന്നുണ്ട്. സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്താ ഇന്ന് ഇവിടെ ആഹാരം ഉള്ളത്? ഒന്നുമില്ലേ? ആഹാരമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ദോശയൊക്കെ ഉണ്ട്, നീ അവിടെ ഇരിക്കുക എന്ന് ചേട്ടൻ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ആഹാരം കഴിക്കാനിരിക്കുന്നതാണ് ഇഷ്ടം നിധിക്ക്. അങ്ങനെ എല്ലാവരും കൂടെ വിളിക്ക് ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഹരീഷ് രാത്രി വരുന്നുണ്ട്. അങ്ങനെ ഹരീഷാണെങ്കിൽ ഒരു ഗിഫ്റ്റുമായിട്ടാണ് വരുന്നത് നിധിക്ക്. ഒരു ഗ്ലാസ് അത് തുറന്ന് നോക്കിയപ്പം ഗ്ലാസ് കണ്ട് സുധീഷ് പറയുന്ന, അയ്യേ ഇതെന്ന് പറഞ്ഞ് ആശീഷിച്ചിരിക്കുന്നുണ്ട്. അതിനെന്താ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്ന് നിധി പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഹരീഷിന് സന്തോഷമാകുന്നുണ്ട്. അപ്പോഴത്തേക്കും സുഭാഷ് പറയുന്നുണ്ട്, അവൻ എന്ത് തെറ്റ് ചെയ്തെന്നാലും അവൻ കോംപ്രമൈസിന് വേണ്ടി എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ച് കൊടുക്കാറുണ്ട്, അങ്ങനെയാണ് നിധിക്ക് വാങ്ങിച്ചത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ സുധീഷിന് മാത്രം വാങ്ങില്ല, അവർ തമ്മിലുള്ള അടി ഇങ്ങനെയല്ലല്ലോ, അല്ല എങ്കിൽ അവൻ നല്ല ഒരു രീതിയിലേ അവൻ പെരുമാറുകയുള്ളൂ. പക്ഷേ ഇവർ രണ്ടുപേരുള്ള അടി ഒരു വലിയ പ്രത്യേക അടിയാണ് എന്നും സുഭാഷ് പറയുന്നുണ്ട്. അങ്ങനെ ചോറ് വിളമ്പാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നിധി പറയുന്നുണ്ട്, എന്തായാലും അച്ഛൻ പുറത്തിരിക്കുകയല്ലേ, അവരെ കൂടെ വിളിക്കാൻ കഴിക്കാനെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കഴിക്കാനകത്ത് വിളിക്കുന്നുണ്ട്. എങ്കിൽ ഞാൻ വരാം അകത്ത് കഴിക്കാനെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. അങ്ങനെ ഭാസ്കരൻ്റെ ആഹാരം കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ നിധിക്ക് ആഹാരം കഴിക്കാനും തോന്നുന്നില്ല. അതുപോലെ തന്നെ
അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുക എന്തൊക്കെ കാണിച്ച് കൂട്ടുന്നതെന്ന്. അപ്പോഴത്തേക്ക് സുധീഷ് പറയുന്നുണ്ട്, അതല്ലേ പറഞ്ഞത് ഇനി അകത്ത് കയറ്റണ്ട, അവിടെ ഇരിക്കുകയായിരുന്നല്ലോ, നിധിക്കല്ലേ അകത്ത് വിളിക്കണമെന്ന് ഇപ്പം മനസ്സിലായോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നിധി ആഹാരം കഴിക്കാതെ ഇട്ടിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നിധിയുടെ വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും ചേട്ടനൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അനിയൻ പറയുന്നുണ്ട്, എന്തായാലും ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. വീട്ടിലെ സാഹചര്യം വളരെ മോശമാണ്. അച്ഛനാണെങ്കിൽ 2 കെട്ടിയിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ തല്ലി കൊന്നതാണ്, ചവിട്ടി കൊന്നതെന്നും പറയുന്നുണ്ട്.